ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ ദുബായില് രാവിലെ 6 മണിയാണ്. 6 മണിക്കത്തെ സീൻ കണ്ടോളി. ദുബായ് ദേര, ദുബായിയുടെ മെയിൻ ഹൃദയഭാഗം. എല്ലാവരും പണിക്ക് പോകാൻ വേണ്ടി തയ്യാറായി. ബസ്, ലേബർ ക്യാമ്പ് ബസ്. നാട്ടിലുള്ളവര് വിചാരം ഇവിടെ 24 hours ഫുള്ള് അടിപൊളിയാന്നുള്ള മൂടാ. ഇവിടെ കണ്ട ഒരു കടകളും തുറക്കൂല. 10-11 മണി ആവാണ്ട് ഒരു കടയും തുറക്കൂല. ദുബായിയുടെ മെയിൻ ഹൃദയഭാഗമാണ് ദേര. ദേര, ഗോൾഡ് സൂക്ക്, സബ്ക, ബസ് സ്റ്റാൻഡ്, മുളക്കബാദ്, റിഗ റോഡ്. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ യൂണിയൻ, ബെനിയാസ്. ബംഗാളി മാമന്മാരാട്ടാ. ദുബായില് മുക്കിലും മൂലയിലും എല്ലായിടത്തും കള്ളും പെണ്ണും ഒരുപാടുണ്ട്. നന്നാവുന്നവർക്ക് നന്നാകാം, ചീത്തയാകുന്നവർക്ക് ചീത്തയാകാം. അവര് ഒരു രാവിലെ 8 മണിയാകുമ്പോ അവരുടെ ഡ്യൂട്ടി കഴിയും. പക്ഷെ ഇന്ന് അവരാരും ഇവിടെ കാണുന്നില്ല. CID വന്നിട്ടുണ്ടാവും, എന്തെങ്കിലും പ്രശ്നം നടന്നിട്ടുണ്ടാവും. ആ നേരെ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, ആ ബിൽഡിങ്ങിലാണ് അവരെ കേന്ദ്രം. അങ്ങോട്ടാണ് ആളുകളെ വിളിച്ചുകൊണ്ടുപോകുന്നത്. ഇന്നിപ്പോ ആരും ഇല്ല ഇവിടെ. ഇവിടെയുള്ള മിക്ക ബിൽഡിങ്ങിന്റെ അകത്തും കള്ളും പെണ്ണും റെഡിയാണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. പക്ഷെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട് ഇവിടെ. CIDകളോ പോലീസോ എന്തെങ്കിലും പ്രശ്നം നടന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും. നൈഫ് പോലീസ് വളരെ കുറച്ച് ഷോപ്പുകൾക്ക് മാത്രം 24 hours തുറക്കാനുള്ള പെർമിഷൻ മാത്രം കൊടുത്തിട്ടുള്ളൂ. രാവിലത്തെ സീനാണ്. 6:30 മണിയായി, ആരുമില്ല. മെയിൻ മാർക്കറ്റാണ് ദേര മാർക്കറ്റ്. ഇവിടെ ആഫ്രിക്ക, ഉഗാണ്ട ഭാഗത്തുള്ള കുറെ ലേഡീസ് ഇവിടെ നിൽക്കാറുള്ളതാണ്. ഞാന് എന്റെ ഒരു 18 വയസ്സിൽ ഇവിടെ ഉണ്ട്. ഒരു 3 കൊല്ലം 21 വയസ്സ് വരെ ഈ ദേരെ തന്നെ ആയിരുന്നു. ഇന്ന് ഇവിടെ ആരെയും കാണുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ വിളിക്കും 20 എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഏരിയ ആണത് കേട്ടാ. ആ നേരെ കാണുന്നതാണ് ഹയാത്ത്. അതിന്റെ അപ്പുറത്താണ് ആദ്യം ഫിഷ് മാർക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഫിഷ് മാർക്കറ്റ് മാറ്റി. ഈ സ്ഥലങ്ങളിലൊക്കെ നിറയെ ബംഗാളീസ് ഉണ്ടായിരുന്നാണ് അന്ന്. ഇന്ന് ആരുമില്ല. ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ബംഗ്ലാദേശുകാരിക്കൊന്നും ID ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിടിച്ചിട്ടുണ്ടാവും CIDകൾ കുറെ എണ്ണത്തിന്. ഞാനിത് പറയാനുള്ള കാരണം, ഒരു 12 വർഷം മുന്നേ ഇവിടെ ഒരുപാട് ബംഗ്ലാദേശുകാർ ഉണ്ടായിരുന്നു. എനിക്ക് പരിചയത്തിൽ തന്നെ കുറെ പേരുണ്ടായിരുന്നു. അവർക്ക് ഒരാൾക്ക് പോലും ID ഇല്ല. അന്നൊക്കെ ഇതിലൂടെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ നമ്മളെ കൈ പിടിച്ച് വലിക്കും. ആഴ്ചയില് 1-2 ദിവസം ഇതുപോലെ ആയിരിക്കും. അവരെ പുറത്ത് കാണൂല. എന്തുകൊണ്ടാന്ന് വെച്ചാല് CIDകള് ഇറങ്ങിയതുകൊണ്ടാണ്. ഇതേ ഈ കാണുന്ന ഗല്ലിയിലും ആ സൈഡിലൊക്കെ നിന്നിട്ട് നമ്മളെ വിളിക്കും 20 ദിറംസ് എന്ന് പറഞ്ഞിട്ട്. അവരെ കൂടെ നമ്മൾ പോയാ പിന്നെ നമ്മളെ പേഴ്സിലെ പൈസയൊന്നും കാണൂല. അത് വേറെ വിഷയം. ഞാനിവിടെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരാള് ഒരു സിഗ്നലിന്റെ അവിടെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കണായിരുന്നു. അത് എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോ ആളൊരു ബംഗാളിയായിരുന്നു. പുള്ളി ഇതുപോലെ 20 എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് എടുത്തു ചാടി അവരെ കൂടെ പോയി. ലാസ്റ്റ് ആ റൂമിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചു മാറ്റി. അവിടുന്ന് ഇറങ്ങി വേറൊരു ഷോപ്പിൽ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പേഴ്സ് നോക്കി. പേഴ്സിൽ പൈസയില്ല. പാവം പുള്ളി ഒരു ഹോട്ടൽ ജീവനക്കാരനായിരുന്നു. ആകെ 2000 ദിറംസ് കയ്യിലുണ്ടായിരുന്നുള്ളൂ. ശമ്പളം കിട്ടിയിട്ട് പുള്ളി ഒന്ന് ചെറിയ പൈസയല്ലേ ഉള്ളൂ, 20 ദിറംസ് എന്ന് പറയുമ്പോ. അതുകൊണ്ട് പുള്ളി അവരെ കൂടെ പോയതാണ്. പക്ഷെ പുള്ളിക്ക് നല്ല പണിയാണ് കിട്ടിയത്. ആദ്യമായിട്ട് ദുബായിലേക്ക് വരുന്ന എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് ഒരു കാര്യം മാത്രം പറയാനുള്ളൂ. ദുബായില് നമ്മളെ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിലൊന്നും പെട്ടുപോകരുത്. പൈസ ഉണ്ടാക്കി വീട്ടിലേക്ക് അയച്ചു കൊടുക്കുക. നമ്മളെ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണമല്ല നമ്മളിവിടെ പണിക്ക് വരുന്നത്.
2 കൊല്ലം 3 കൊല്ലമൊക്കെ നമ്മൾ നാട്ടിൽ പോവാണ്ട് ഇവിടെ തന്നെ അങ്ങോട്ട് പണിയെടുത്ത് ജീവിക്കും അല്ലേ? ആ പണിയെടുത്ത് കിട്ടുന്ന പൈസ നിങ്ങൾ ഇതുപോലെ കള്ളിനും പെണ്ണിനും കൊടുക്കല്ലേ പ്ലീസ്. നാട്ടിലുള്ളവര് മാസം ആ പൈസ പ്രതീക്ഷിച്ച് ഇരിക്കുന്ന ആൾക്കാരാണ്. ഈ വീഡിയോയില് ഞാനൊരു കഫ്തീരിയ കാണിച്ചിട്ടുണ്ട്, ഗോൾഡൻ കഫ്തീരിയ. ഞാൻ ഒരു 12 വർഷം മുന്നേ അവിടെ വർക്ക് ചെയ്യുന്ന ഇക്ക, പുള്ളി ആരായിട്ടൊന്നും സംസാരിക്കൂല കൂടുതലായിട്ട്. പുള്ളി പുറത്താണ് പുള്ളിയുടെ ചായ പരിപാടികൾ. ഈ 12 കൊല്ലം ഇവിടെ പണിയെടുത്തിട്ട് പുള്ളി വീട് വെച്ച്, വലിയൊരു വീട് നാട്ടിൽ വെച്ച്, അവിടെ 2 കാറ് മേടിച്ച്, അങ്ങനെ വലിയ പൈസക്കാരനായിട്ടുണ്ട്. നമ്മളിവിടെ വന്ന നല്ലതുപോലെ കഷ്ടപ്പെടണം. ഇപ്പൊ കഫ്തീരിയ ഹോട്ടൽ ഫീൽഡൊക്കെ ആണെങ്കിൽ ഒരു ദിവസം പോലും ഒരുപാട് സഹിച്ച് പിടിച്ച് നമ്മള് കഷ്ടപ്പെട്ടിട്ട് പൈസയാണ്. ഇവിടുത്തെ സിമ്മാണ്. നാട്ടിലേക്ക് നമുക്ക് ചെയ്യാം. ഇന്ത്യ കണ്ടില്ല, പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, ഫിലിപ്പൈൻസ്, അഫ്ഗാനിസ്ഥാൻ. ഇപ്പം നാട്ടില് പൈസ ഇല്ലാണ്ടിരിക്കുമ്പോ ഇവിടെ നിങ്ങളുടെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ദുബായില്, അപ്പൊ അവരോടൊന്ന് റീചാർജ് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞാൽ മതിട്ടാ. കണ്ടില്ല, ഇന്ത്യ ഉണ്ട്, നേപ്പാള്. ഇപ്പൊ ഇന്ത്യ ക്ലിക്ക് ചെയ്താല് എയർടെല്, VI, ജിയോ, BSNL എല്ലാം ഉണ്ട് ഇവിടെ. റീചാർജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങളെ മക്കളോ ഭർത്താക്കന്മാരോ ആരേലൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്തു തരും.